റസൂലിന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. റസൂലിൻ്റെ ഏറ്റവും വലിയൊരു കൊതിയായിരുന്നു കഅബയുടെ താക്കോൽ കുറച്ച് നേരം കയ്യിൽ പിടിക്കാന്ന്. അതൊന്ന് പിടിക്കുകയാണ്, തൊടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉടമസ്ഥരായ ഒരു കുടുംബമുണ്ട്. അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോൾ ആ താക്കോലുള്ളത്. അയാളോട് ചെന്നിട്ട് ചോദിച്ചു, ആ താക്കോൽ കുറച്ച് നേരം എനിക്കൊന്ന് തരുമോ? ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉസ്മാൻ, കുറച്ച് നേരം ഞാനൊന്ന് പിടിക്കട്ടെ അത്. ഇല്ല മുഹമ്മദ്, അതിനുള്ള യോഗ്യത നിനക്കില്ലടാ, തരൂല. റസൂൽ പിന്നെയും ചോദിച്ചു, കുറച്ച് നേരം തൊടാനാണ്. അള്ളാഹുവിൻ്റെ ഭവനമാണ്, ആദി പ്രവാചകന്മാർ കടന്നുപോയ പാതകൾ, അവർ പണിത വീട്, അതിൻ്റെ താക്കോലല്ലേ, കുറച്ചു നേരം ഞാനൊന്ന് പിടിക്കട്ടെ. തരൂല മുഹമ്മദേ, നിനക്കതിനുള്ള യോഗ്യത ഇല്ലടാ. ആടുമേച്ച് നടന്ന ഒരുത്തൻ, ഇടയബാലനായി കടന്നുപോയ ഒരുത്തൻ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് താക്കോല് ചോദിക്കുക, തരൂല എന്ന്. നബി ഇങ്ങനെ നിന്നിട്ട് വളരെ ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു, അതെൻ്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ, ഈ താക്കോല് എൻ്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട്. അന്നതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇല്ല മുഹമ്മദ്, അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസമെങ്ങാനും ഉണ്ടായാൽ അത് അറേബ്യയുടെയും ഖുറൈശികളുടെയും അവസാനമായിരിക്കും. അതൊന്നുമല്ല. അറബികളും ഖുറൈശികളും അന്ന് നല്ല നിലയിൽ തന്നെ ആയിരിക്കും. പക്ഷെ ആ താക്കോൽ എൻ്റെ കയ്യിലെത്തും. മക്ക വിജയത്തിൻ്റെ ദിവസം ആ നാടിൻ്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ കയ്യിലാണ്. ആ പറഞ്ഞ താക്കോലില്ലേ, ആ താക്കോൽ ആ കയ്യിലുണ്ടായിരുന്നു. ആ താക്കോൽ ആർക്ക് കൊടുക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് തന്നെങ്കിൽ എന്ന്. അലി റളിയല്ലാഹു അൻഹുവൊക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, പ്രവാചകരെ എനിക്ക് തരുമോ, അതെന്നെ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല. അവിടെ കൂടിയ ആയിരക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ഒരാളെ ഇങ്ങനെ വിളിച്ചു, അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഉസ്മാൻ ഇബ്നു ത്വൽഹ. നമ്മൾ പറയൂലേ, എനിക്കൊരവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ പറയൂലേ. റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കണം. നിങ്ങൾക്ക് പാരവെച്ച മനുഷ്യരില്ലേ, നിങ്ങളുടെ വഴിയിൽ മുള്ള് പാകിയ മനുഷ്യരില്ലേ, നിങ്ങൾക്ക് കിട്ടേണ്ടത് തടഞ്ഞ മനുഷ്യരില്ലേ, നിങ്ങളെ സങ്കടപ്പെടുത്തിയ മനുഷ്യരില്ലേ, നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ, എല്ലാ കഥകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ, നിങ്ങളെ തമ്മിൽ തെറ്റിച്ച മനുഷ്യരില്ലേ, അവരോട് പകരം വീട്ടണം. പകരം വീട്ടാനൊരവസരത്തിന് കാത്തിരിക്കണം. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പകരം വീട്ടേണ്ടത് എങ്ങനെയാണ് എന്നാണ് പഠിപ്പിച്ചത്. കമ്പാഷൻ, കരുണ. ചില ആളുകൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് വന്നതൊന്നുമല്ല, അത് മുഹമ്മദ് എവിടെ നിന്നൊക്കെയോ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ്. എന്തൊരു വലിയ ആരോപണമാണ്. ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചു, മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകമാണ്. മുഹമ്മദ് എന്ന മനുഷ്യൻ. ആക്ഷേപത്തിൻ്റെ ഒരു രീതിയൊന്നുമല്ല കേട്ടോ, ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ പ്രവാചക തിരുമേനിയെ വിമർശന വിധേയമാക്കുന്നൊരു പുസ്തകമാണ്. ആക്ഷേപമൊന്നും അതിനകത്തില്ല. പക്ഷെ അതിലും പറയുന്നത് ഇതാണ്, വിശുദ്ധ ഖുർആൻ എങ്ങനെ ഒരു ദൈവിക ഗ്രന്ഥമല്ല എന്ന് സ്ഥാപിക്കാനാണ് ആ ഗ്രന്ഥം കാര്യമായി കഷ്ടപ്പെടുന്നത്. അറബികൾ ആ കാലത്ത് പറഞ്ഞു, ചില ആളുകളെ, എന്ത് ഖുർആൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയൊന്നുമല്ല, ദൈവിക ഗ്രന്ഥമൊന്നുമല്ല, അത് മുഹമ്മദ് എവിടെ നിന്നൊക്കെ തൗറാത്തിൽ നിന്ന് ഇഞ്ചിയിൽ നിന്നൊക്കെ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ്. മുഹമ്മദിൻ്റെ കൂടെയുള്ള പല ആളുകൾക്കും അക്ഷരാഭ്യാസമുണ്ട്, അവരുടെയൊക്കെ സഹായത്തോടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഇതിലേറെ വലിയൊരു ആരോപണം വരെ ഉണ്ടോ? പക്ഷേ ആ ആരോപണത്തെ ഖുർആൻ എങ്ങനെയാണ് നേരിട്ട് ആ പറഞ്ഞ ആളെങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞോ?
പറഞ്ഞോ? അവൻ്റെ കയ്യും കാലുമൊക്കെ വെട്ടുമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഒറ്റ വാക്ക്. ഇത് പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് ഉള്ളതല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആണോ? എന്നാൽ ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂ. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും. നിങ്ങൾ വിളിക്കേണ്ട എല്ലാവരെയും വിളിച്ചോളൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന്, മുഴുവനായിട്ടൊന്നും വേണ്ട, ഒരു സൂറത്ത്, ഒരധ്യായം ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലാന്ന് പറഞ്ഞാൽ പോരല്ലോ. നിങ്ങൾ ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവന്നൂടെ? പ്രവാചക തിരുമേനിയെ കടുത്ത ആക്ഷേപത്തിൽ ഒരാളൊരു കവിത എഴുതി. ഒന്നല്ല, ഒരുപാട് കവിതകൾ എഴുതി. ഒരുപാട് കവിതകൾ എഴുതിയിട്ട് അവിടെ പബ്ലിഷ് ചെയ്യുന്ന രീതി എന്ന് പറയുന്ന ഉറക്കെ ചൊല്ലല. ചന്തയിലൊക്കെ വന്നിട്ട് ഉറക്കെ ചൊല്ലും, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഉറക്കെ ചൊല്ലും. ഇതാണ് പബ്ലിഷ് ചെയ്യുന്ന മാർഗം. ആക്ഷേപമാണ് കേട്ടോ, ചെറിയ ആക്ഷേപമൊന്നുമല്ല, ഗുരുതരമായ ആക്ഷേപങ്ങളാണ്. നബി എന്താ മറുപടി കൊടുത്തേ? കൂട്ടത്തിൽ കവിത എഴുതാൻ കഴിയുന്ന ഒരാളുടെ കയ്യിലേക്ക് എഴുതാനുള്ള ഉപകരണം കൊടുത്തിട്ട് പറഞ്ഞു, തിരിച്ച് കവിത എഴുതൂ. ആക്ഷേപമുള്ള കവിതയ്ക്ക് മറുപടിയായി ആക്ഷേപമില്ലാത്ത കവിതകൾ എഴുതൂ. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാൻ പള്ളിയിലൊരു സ്റ്റേജും പണിത് കൊടുത്തു. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നായിരുന്നു ആ കവിയുടെ പേര്. അതാണ് എങ്ങനെയാ പ്രതികരിക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്കറിയോ, ഹംസ എന്ന് പറഞ്ഞൊരു സഹാബി ഇല്ലേ? ഇല്ലേ? ഹംസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂല. അതിൻ്റെ കൂടെ എന്ത് പറയും? റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഹംസ എന്നൊരു സഹാബിയുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂല. അതിൻ്റെ കൂടെ റളിയല്ലാഹു അൻഹു എന്ന് പറയൂലേ? ആരായിരുന്നു എന്നറിയോ ഹംസ? ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഹംസത്തുൽ ഖറാർ എന്നാണ്. അത്രയും ധൈര്യമുള്ള ആളായിരുന്നു, ധീരനായിരുന്നു, റസൂലുള്ളാഹിയുടെ വലങ്കയ്യായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളത് റസൂലിന് കൊടുത്തിട്ടുള്ളൊരു ആത്മധൈര്യമുണ്ട്, റസൂലിന് കൊടുത്തിട്ടുള്ള ഒരു ഉണർവുണ്ട്, ആ സംഘത്തിന് കൊടുത്ത, ആ ചെറിയ സംഘത്തിന് കൊടുത്തിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ റസൂൽ അദ്ദേഹത്തെ വിളിച്ചതാണ് ഹംസത്തുൽ ഖറാർ. ഷഹീദായപ്പോൾ എന്താ വിളിച്ചതെന്നറിയാം? സയ്യിദു ഷുഹദാ, ശുഹദാക്കന്മാരുടെ മുഴുവനും രാജാവ്, നേതാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റസൂൽ വിളിച്ച പേര്. നല്ലോണം ശ്രദ്ധിക്കണേ. ഹംസ എന്ന സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന പ്രാർത്ഥനാ വാക്കാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞ ഒരാളുണ്ട്. റസൂലുള്ളാഹിയുടെ അത്രയും വലങ്കയ്യായിരുന്ന ആ സ്വഹാബിയുടെ ജീവിതത്തിന് അവസാനമിട്ട വിഷം പുരട്ടിയ ഒരമ്പുണ്ട്. ആ അമ്പെയ്ത ഒരാളുണ്ട്. അയാളുടെ പേര് വഹിഷി എന്നാണ്. വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുകയെന്നറിയോ? എന്താ പറയുക? റളിയല്ലാഹു അൻഹു എന്ന് പറയാം. വഹിഷി ഇത് ചെയ്തത് വഹിഷിക്ക് വേണ്ടിയിട്ടൊന്നുമില്ല. വഹിഷിക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് യാതൊരു വിരോധം ഉണ്ടായിരുന്നില്ല. വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അയാളുടെ പേര് ഹിന്ദ് എന്നാണ്. എന്താണ്? ഹിന്ദ്. അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുകയെന്നറിയോ? ചെറിയ വാശിയൊന്നും ആയിരുന്നില്ല അവർക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനോട്. നിങ്ങൾക്കറിയൂലേ, ആ യുദ്ധക്കളത്തിലേക്ക് വന്നു, തെരഞ്ഞു നടന്നു, ഒരാളെ തെരഞ്ഞു നടക്കുകയാണ്. ആരെയാണ് അവർക്ക് വേണ്ടത്? ഹംസയെ മാത്രമേ അവർക്ക് വേണ്ടതുള്ളൂ. കണ്ടു, കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചിങ്ങനെ കുത്തിക്കീറി. എന്നിട്ട് കരൾ പറിച്ചെടുത്ത് കടിച്ചു. രക്തം വായിലായി. പകയുടെ അവസാനത്തെ നിമിഷം. അതിനപ്പുറത്തേക്ക് പകയ്ക്ക് വേറെ അടയാളങ്ങളൊന്നുമില്ല. പക തീർക്കുന്നത് അങ്ങനെയായിരുന്നു അവർ. അത് ചെയ്ത ആളാണ്. അയാളുടെ പേര് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? റളിയല്ലാഹു അൻഹ. അവർ റസൂലിൻ്റെ അടുത്ത് വന്നു. എന്തിനാണെന്നറിയാം? ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എനിക്ക് മുസ്ലിം ആവണം. റസൂലിന് ആളെ മനസ്സിലായി. റസൂൽ പറഞ്ഞു, ഹിന്ദ്, എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾക്കിതിലേക്ക് വരാം, ഇതെൻ്റെതല്ല, നമ്മുടെ എല്ലാവരുടേതുമാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പക്ഷെ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ എന്നെ കാണുന്ന സമയങ്ങളിൽ മുഖം മറക്കണം. റസൂൽ ഒരേ ഒരാളോടെ അത് പറഞ്ഞിട്ടുള്ളൂ. എന്നെ കാണുന്ന സമയങ്ങളിൽ നിങ്ങൾ മുഖം മറക്കണം.
കാരണം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹംസയെ ഓർമ്മ വരും. അതുകൊണ്ടാണ് ആ ഓർമ്മ എൻ്റെ നിയന്ത്രണങ്ങളെ നഷ്ടപ്പെടുത്തും, എൻ്റെ കണ്ണീരിൻ്റെ ചാല് കീറും. അതുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് എൻ്റെ മുന്നിലൂടെ വരണം എന്ന് റസൂൽ ഒരാളോട് പറഞ്ഞു. ഇന്നിത് ചെയ്യാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത വേറൊരാളുണ്ട്. അയാളുടെ പേരെന്താണെന്നറിയോ? ഖാലിദ് ബിൻ വലീദ് എന്നാണ്. കുട്ടിക്കാലം മുതലുള്ള ചങ്ങാതിയാണ്. എല്ലാ സൂത്രങ്ങളും പറഞ്ഞു കൊടുത്തത് അദ്ദേഹമായിരുന്നു. ആ പേര് കേൾക്കുമ്പോൾ നമ്മളെന്താ പറയുക? റളിയല്ലാഹു അൻഹു. എന്താ സംഭവം? എന്താ സംഭവം? ഒറ്റ നിമിഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ മനുഷ്യർക്ക്. ഇക്കഴിഞ്ഞ നിമിഷത്തിലുള്ള ആളാവണമെന്നില്ല അടുത്ത നിമിഷം. അതിനെന്ത് വേണം? മനുഷ്യർക്ക് മടങ്ങി വരാനുള്ള അവസരങ്ങൾ കൊടുക്കണം, അല്ലേ? പ്ലീസ് കം ബാക്ക് എന്ന് കരുണാപൂർവം മനുഷ്യരോട് പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കണം. മനുഷ്യർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന പാഠമാണ് ആ കഥയുടെ പാഠം. അതിനെന്ത് വേണം? മനുഷ്യനോട് എമ്പത്തറ്റിക്കലി സഹവസിക്കാൻ സാധിക്കണം. അങ്ങനെ സഹവസിക്കാൻ സാധിച്ച ഒരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബ്.